ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ ചിന്താവിഷയം എങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഇൻഷുറൻസ് കവറേജ് കൂട്ടാം എന്നുള്ളതാണ്. പലരും ആദ്യമേ തന്നെ ഒരു ചെറിയ പോളിസിയൊക്കെ എടുത്തിട്ട് ജോലി പ്രവേശിച്ച സമയത്തോ അല്ലെങ്കിൽ അപ്പോഴുള്ള ഇൻകത്തിൻ്റെ അനുസരിച്ചിട്ടോ ചെറിയൊരു ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷം അവരുടെ ഇൻകം കൂടുന്നതനുസരിച്ചോ പ്രായം വർദ്ധിക്കുന്നതനുസരിച്ചിട്ടോ ജീവിതത്തിൽ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ചിട്ടോ ഒന്നും അവരത് റിവ്യൂ ചെയ്യാറില്ല. അങ്ങനെ റിവ്യൂ ചെയ്യാതെ ആ പഴയ ഒരു സ്കീം ഉണ്ട് എന്ന് പറഞ്ഞു, എനിക്കുണ്ട് ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന കാര്യം സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് എനിക്കൊരു പോളിസി ഉണ്ട് എന്നാണ്. അപ്പോൾ അത് വളരെ വർഷങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചതായിരിക്കാം, അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് വളരെ ചെറിയൊരു തുകയായിരിക്കാം. പക്ഷെ അതനുസരിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് ആരും ചിന്തിക്കാറില്ല. പുതിയൊരു സ്കീം എടുക്കാനോ അല്ലെങ്കിൽ ഉള്ള കവറേജിനെ കൂട്ടാനോ ഒന്നും ആരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെയുള്ളവർക്കാണ് പിന്നീട് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ ജീവിതത്തിൽ ആകെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നത്. കാരണം അവിടെ മതിയായ പരിരക്ഷ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പല പല സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ സംസാരിച്ചു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻഷുറൻസ് കവറേജ് കൂട്ടുന്ന കാര്യം. നമുക്കുള്ള ഇൻകത്തിൽ നിന്ന് നമ്മൾ എടുത്ത ഒരു സ്കീമിൽ അടുത്ത ഒരു നമ്മുടെ ഇൻകം വർദ്ധിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളൊരു സ്ഥിര ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സാലറി കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻകം കൂടിയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് പല ഇതിലും സ്റ്റേജിലും നമ്മളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് നമുക്ക് മതിയായ പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളിങ്ങനെ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക, ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മുടെ കുടുംബത്തിന് കിട്ടേണ്ട ഒരു പരിരക്ഷ, ആ തുകയാണ് അവിടെ കുറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കറക്റ്റ് ടൈമിൽ അത് റിവ്യൂ ചെയ്ത് പുതുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്കീമിൻ്റെ പരിരക്ഷ കൂട്ടാമെന്ന് ചോദിച്ചാൽ നമുക്കതിൽ പല ടേം റൈഡറുകൾ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ടേം ഇൻഷുറൻസ് നമുക്ക് അതിനകത്ത് നമ്മൾ എടുക്കുന്ന സ്കീമിൽ ആഡ് ചെയ്യാം. ക്രിട്ടിക്കൽ കെയർ ഇൽനെസ് എന്നുള്ള ഒരു റൈഡർ എടുക്കാം. അതുപോലെ ആക്സിഡൻറ്റ് ബെനിഫിറ്റ് എന്നുള്ള റൈഡർ എടുക്കാം. ഇതൊക്കെ അതിൻ്റെ പരിരക്ഷ കൂട്ടും. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ഒരു കേസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് അതിനുള്ള പരിരക്ഷ കിട്ടുകയും ചെയ്യും. അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് ശ്രദ്ധിച്ച് വേണ്ട വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനുമുള്ള പരിരക്ഷ ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്കീം എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും പ്രീമിയം വേവർ എന്നുള്ള ബെനിഫിറ്റ് റൈഡർ നമ്മൾ ആഡ് ചെയ്യുക. കാരണം ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവനും അതിൻ്റെ പഠനത്തിനും മറ്റുമൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ആ സ്കീം എടുത്തിരിക്കുന്നത്. പക്ഷെ ആ കുട്ടിക്ക് വരുമാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാരൻസ് ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും അത് അടച്ചു കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ഈ ഒരു റൈഡർ ഉണ്ടെങ്കിൽ ഇൻ കേസ് പാരൻസിന് എന്തെങ്കിലും സംഭവിച്ചു പോയാലും കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ട തുക അവിടെ കിട്ടണമെങ്കിൽ ഈ ഒരു റൈഡർ ഉണ്ടെങ്കിൽ ആ ഒരു റൈഡറിൻ്റെ ബേസിൽ പിന്നീട് അങ്ങോട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റുകളെല്ലാം തന്നെ ഇൻഷുറൻസ് കമ്പനി തന്നെ അടച്ചുകൊള്ളും. അപ്പോൾ ആ ഒരു പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരം ഒരു പ്രീമിയം വേവർ റൈഡറൊക്കെ കുട്ടികളുടെ പേരിൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് അവരെ മുന്നോട്ടുള്ള ജീവിതത്തിന്, അവരുടെ വിദ്യാഭ്യാസത്തിനും അവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളൊരു ഉറപ്പ് കൂടിയാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ സ്കീമുകൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. അല്ല ഇതുവരെ സ്കീമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പുതിയ സ്കീമൊക്കെ എടുക്കാനുള്ള നിങ്ങളുടെ പ്രായത്തിനും ആവശ്യങ്ങൾക്കും നിങ്ങളുടെ വരുമാനത്തിനും അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് അത്തരം സ്കീമുകളിൽ എടുക്കാനായിട്ടുള്ള ഗൈഡൻസ് ഞങ്ങൾ നൽകുന്നതാണ്. തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.